നമസ്കാരം. ബിലീവേഴ്സ് ചർച്ചിന്റെ സ്ഥാപകൻ കെ.പി. യോഹന്നാൻ ഇഹലോകവാസം വെടിഞ്ഞിട്ട് നാളുകളായി. ചെറുവള്ളി എസ്റ്റേറ്റും വിശ്വാസികളുടെ അഞ്ചുകുഴിയമ്മയും ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അവിടെ വിമാനത്താവളം വരുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. നിർദ്ദിഷ്ട വിമാനത്താവളത്തിന് വേണ്ടി കണ്ടെത്തിയ ചെറുവള്ളി എസ്റ്റേറ്റിലാണ് അഞ്ചുകുഴിയമ്മയുടെ അഥവാ വനദുർഗയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചവർ സ്വയം നശിച്ച് നാറാണക്കല്ല് പിടിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസികളുടെ പക്ഷം. അല്ലെങ്കിൽ ഇതിനു മുമ്പേ അവിടെ വിമാനം പറന്നിറങ്ങുമായിരുന്നില്ലേ എന്നും അവർ ചോദിക്കുന്നു. ചെറുവള്ളി എസ്റ്റേറ്റിന് ഒരു ചരിത്രമുണ്ട്. അത് കൈവശം വെച്ചവരാരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല എന്നതാണ്. അതിന് ചരിത്രത്തിൽ ഉദാഹരണങ്ങളുമുണ്ട്. തിരുവിതാംകൂർ രാജഭരണം ഇല്ലാതായി, വഞ്ചിപ്പുഴ മഠം ഇല്ലാതായി, 2 ബ്രിട്ടീഷ് കമ്പനികൾ ഇല്ലാതായി, ഹാരിസൺ കമ്പനിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാം എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസിൽ ജാമ്യത്തിലാണ്. കെ.പി. യോഹന്നാൻ വിദേശത്ത് വെച്ച് കാർ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു. ഇനിയും ആ ക്ഷേത്രത്തെ ഇല്ലാതാക്കി വിമാനമിറക്കാൻ നോക്കുന്നവർക്ക് എന്താണ് കാത്തുവച്ചിരിക്കുന്നതെന്ന് കണ്ടു തന്നെ അറിയണമെന്നാണ് വിശ്വാസികൾ പറയുന്നത്. അഞ്ചുകുഴി അമ്മയിൽ പൂർണ്ണ വിശ്വാസമുള്ളവർ ഇന്നും ആ ക്ഷേത്രത്തിൽ പോയി പൂജകൾ നടത്തുന്നുണ്ട്. മണിമലയാറിന്റെ പ്രധാന കൈത്തോടാണ് കാരിത്തോട്. അവിടെ ഒരു കൊച്ചമ്പലമുണ്ട്. അതിൽ അഞ്ചുകുഴി എന്നൊരു സ്ഥലമുണ്ട്. പ്രകൃതിദത്തമായി ഉണ്ടായ 5 കുഴികളാണ് അവിടുത്തെ പ്രത്യേകത. ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയില്ല. പൂജിക്കുന്നത് 5 കുഴികളെയാണ്. പഞ്ചപാണ്ഡവർ കുഴികളാണ് ഈ 5 കുഴികളെന്നാണ് ഒരു വിശ്വാസം. മറ്റൊന്ന്, പാണ്ഡവർ വനവാസകാലത്ത് ദേഹശുദ്ധി വരുത്താൻ കുഴിച്ച കിണറുകളാണെന്നും വിശ്വാസമുണ്ട്. എന്തുതന്നെയായാലും 5 അരുവികൾ ഒന്നിച്ചു ചേരുന്ന ഇടമാണിവിടം. ഒരു തീർത്ഥാടന കേന്ദ്രവും. ശബരിമല സീസണൊക്കെ ആകുമ്പോൾ അഞ്ചുകുഴി അമ്മയെ കാണാൻ നിരവധി പേർ വരാറുമുണ്ട്. സർവ്വമതത്തിൽപ്പെട്ടവരും അവിടെ പ്രാർത്ഥിക്കാൻ എത്താറുണ്ട്. ഇതിന്റെയൊക്കെ മുകളിൽ കൂടിയാണ് വിമാനത്താവളം പ്ലാൻ ചെയ്തത്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതി കിട്ടിയതിനെ തുടർന്ന് 5ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം നിർമ്മിക്കാനുള്ള നീക്കങ്ങൾ ഊർജിതമാക്കാൻ കേരള സർക്കാരിന് എന്താണ് തടസ്സമെന്ന് പോലും വ്യക്തമല്ല. തങ്ങളുടേതാണെന്ന് കെ.പി. യോഹന്നാന്റെ നേതൃത്വത്തിലുള്ള ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചും സർക്കാർ ഭൂമിയാണെന്ന് സർക്കാർ രേഖകളും വ്യക്തമാക്കുന്ന തർക്കഭൂമിയാണ് ചെറുവള്ളി എസ്റ്റേറ്റ്. ഹാരിസൺ മലയാളം എന്ന വിദേശ കമ്പനി ബിനാമി ഇടപാടിലൂടെ 7 ജില്ലകളിലായി 1 ലക്ഷത്തിൽ പരം ഏക്കർ ഭൂമി കൈവശപ്പെടുത്തിയിരുന്നു. ഇതിൽ പലതും നിയമവിരുദ്ധമായി മുറിച്ച് വിൽപ്പന നടത്തുകയും ചെയ്തു. ഹാരിസൺസ് ഭൂമി ഏറ്റെടുക്കുന്നതിന് നിയോഗിച്ച സ്പെഷ്യൽ ഓഫീസർ എം.ജി. രാജമാണിക്യം 2016 സെപ്റ്റംബർ 24 സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്ത് രാജ്യത്ത് വിദേശ കമ്പനികൾ കൈവശം വെച്ചുകൊണ്ടിരുന്ന തോട്ടങ്ങൾ ഉൾപ്പെടെയുള്ള ഭൂമികളുടെ ഉടമസ്ഥാവകാശം സ്വാതന്ത്ര്യാനന്തരം അതാത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളിൽ നിക്ഷിപ്തമാക്കുന്ന ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ആക്ടിനെ അട്ടിമറിച്ചുകൊണ്ടായിരുന്നു ഈ വിൽപ്പന. 2005 ഹാരിസൺസ് മലയാളം കൈവശം വെച്ചിരുന്ന ചെറുവള്ളിയിലെ 2263 ഏക്കർ ഭൂമി ബിലീവേഴ്സ് ചർച്ചിന് വിറ്റത്. വ്യാജരേഖയുണ്ടാക്കിയാണ് ഭൂമി വിറ്റതെന്ന് വിജിലൻസ് ഡിവൈഎസ്പി ആയിരുന്ന നന്ദനൻ പിള്ള അന്വേഷണത്തിൽ കണ്ടെത്തുകയും ഹാരിസൺസിന് ഭൂമി കൈമാറ്റം ചെയ്യാൻ അവകാശമില്ലെന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. 2008 തഹസീൽദാർ പോക്കുവരവ് റദ്ദ് ചെയ്തു. സ്പെഷ്യൽ ഓഫീസറായിരുന്ന രാജമാണിക്യം നൽകിയ റിപ്പോർട്ട് പ്രകാരം വിവിധ ജില്ലകളിൽ ഹാരിസൺസ് കൈവശം വെച്ചിരിക്കുന്ന ഭൂമി സർക്കാർ ഭൂമിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നതിന് ഉത്തരവുകളും പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഈ ഉത്തരവുകൾക്കെതിരെ തോട്ടം കൈവശം വെച്ചിരിക്കുന്ന കമ്പനികൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹർജി പരിഗണിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഭൂമി ഏറ്റെടുക്കുന്നതിനായി സ്പെഷ്യൽ ഓഫീസർ രാജമാണിക്യം പുറപ്പെടുവിച്ച ഉത്തരവുകൾ റദ്ദ് ചെയ്യുകയുമായിരുന്നു. സ്പെഷ്യൽ ഓഫീസർക്ക് ഭൂമിയുടെ ഉടമസ്ഥത സർക്കാരിനാണെന്ന് തെളിയിക്കുന്നതിനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞാണ് രാജമാണിക്യത്തിന്റെ കണ്ടെത്തലുകൾ കോടതി റദ്ദ് ചെയ്തത്. എന്നാൽ ഹാരിസൺ ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് ഭൂമിയിൽ ഉടമസ്ഥതയുള്ളതായി കോടതി കണ്ടെത്തിയിട്ടില്ലെന്ന് വിധിന്യായത്തിലുണ്ട്. ഈ വസ്തുത നിലനിൽക്കെ ഹാരിസൺസ് മറച്ചുവിറ്റ ചെറുവള്ളി എസ്റ്റേറ്റ് വില കെട്ടിവെച്ച് ഏറ്റെടുക്കാനുള്ള അന്നത്തെ LDF സർക്കാരിന്റെ നിർദ്ദേശത്തിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. സർക്കാർ ഭൂമിയാണെന്ന് സർക്കാർ ഉറപ്പിച്ചു പറയുന്ന ഭൂമി എന്തിന് പണം നൽകി ഏറ്റെടുക്കണം എന്ന ചോദ്യമാണ് ഉയർന്നത്. ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ സെക്ഷൻ 77 അനുസരിച്ച് കോടതിയിൽ നഷ്ടപരിഹാര തുക കെട്ടിവെച്ചാണ് ഭൂമി ഏറ്റെടുക്കുക എന്നായിരുന്നു അന്നത്തെ സർക്കാർ തീരുമാനം. ഹാരിസൺസ് നടത്തിയിട്ടുള്ള ഭൂമി തിരിമറി, കള്ളരേഖ ചമയ്ക്കൽ, വിദേശ നാണയ വിനിമയ നിയമലംഘനം, ഭരണഘടനാ ലംഘനം തുടങ്ങിയ നിരവധി കുറ്റങ്ങളുടെ പേരിൽ ക്രൈംബ്രാഞ്ച്, വിജിലൻസ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയ നിരവധി ഏജൻസികളുടെ അന്വേഷണം നേരിടുന്ന ഭൂമിയിൽപ്പെടുന്നതാണിത്. സർക്കാർ ഭൂമി കയ്യേറ്റം, ഗൂഢാലോചന, സർക്കാരിന് 100 കോടിയിൽ പരം രൂപയുടെ നഷ്ടമുണ്ടാക്കൽ തുടങ്ങി നിരവധി കേസുകളിലെ പ്രതിയാണ് 2263 ഏക്കർ സർക്കാർ ഭൂമി നിയമവിരുദ്ധമായി കൈവശം വയ്ക്കുന്ന ഗോസ്പൽ മേധാവി കെ.പി. യോഹന്നാൻ. 1906 ലണ്ടൻ രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് വിദേശത്ത് മാത്രം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഇന്ത്യൻ കമ്പനീസ് രജിസ്ട്രേഷൻ ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഹാരിസൺസ് മലയാളം കമ്പനി വ്യാജ ആധാരങ്ങൾ ചമച്ചുകൊണ്ടാണ് 2005 യോഹന്നാന് ചെറുവള്ളി എസ്റ്റേറ്റ് വിറ്റത്. ഇങ്ങനെ നിരവധി കാരണങ്ങളാൽ സർക്കാരിനും ജനങ്ങൾക്കും അവകാശപ്പെട്ട ഭൂമി തട്ടിയെടുത്ത രാജ്യദ്രോഹ ശക്തികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പകരം വില കെട്ടിവെച്ച് ആ ഭൂമി ഏറ്റെടുക്കുന്നത് എതിർക്കപ്പെടേണ്ടതാണ് എന്നാണ് ജനങ്ങളുടെയും അഭിപ്രായം. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ എരുമേലി സൗത്ത്, മണിമല വില്ലേജുകളിൽ 1039.8 ഹെക്ടർ സ്ഥലമാണ് വിമാനത്താവളത്തിനായി ഏറ്റെടുക്കുന്നത്. ഇതിൽ 916.27 ഹെക്ടർ ചെറുവള്ളി എസ്റ്റേറ്റ് പരിധിയിലും 123.53 ഹെക്ടർ എരുമേലി സൗത്ത്
സൗത്ത് മണിമല വില്ലേജുകളിലെ വിവിധ വ്യക്തികളുടെ ഭൂമിയുമാണ്. കരട് റിപ്പോർട്ട് പ്രകാരം പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നത് 285 വീടുകളെയും 358 ഭൂ ഉടമകളെയുമാണ് നേരിട്ട് ബാധിക്കുക. ചെറുവള്ളി എസ്റ്റേറ്റിലെ ലയങ്ങളിൽ താമസിക്കുന്ന 221 കുടുംബങ്ങളെയും പദ്ധതി ബാധിക്കും. ചെറുവള്ളി എസ്റ്റേറ്റിനുള്ളിൽ മാത്രം വിമാനത്താവള റൺവേ ഒതുങ്ങി നിൽക്കില്ല എന്നത് പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ടാണ് സ്വകാര്യ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുന്നത്. ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉള്ളിൽ മാത്രം റൺവേ നിർമ്മിച്ചാൽ റൺവേയുടെ ഒരു ഭാഗം വനപ്രദേശത്തേക്ക് എത്തും. ഇത് വിമാനത്താവള നിർമ്മാണത്തിനും ഭാവി വികസനത്തിനും തടസ്സമാകും. കരട് റിപ്പോർട്ട് തയ്യാറാക്കാൻ സർക്കാർ നിയമിച്ച കൺസൾട്ടൻസിയായ ലൂയി ബഗർ കമ്പനിയുടെ അഭിപ്രായം ഇതാണ്. ആദ്യം ചെറുവള്ളി എസ്റ്റേറ്റിൽ മാത്രം ഒതുങ്ങുമെന്ന് കരുതിയ പദ്ധതി അങ്ങനെ ജനവാസ മേഖലയിലേക്ക് നീണ്ടു. പരിസ്ഥിതി മന്ത്രാലയം, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, ധനകാര്യ മന്ത്രാലയം എന്നിവിടങ്ങളിൽ നിന്നുള്ള അംഗീകാരത്തിന് അപേക്ഷിക്കുന്നതിന് മുന്നോടിയായി കേരളം നടത്തേണ്ടിയിരുന്ന സാമൂഹിക ആഘാത പഠനത്തിന്റെ കരട് റിപ്പോർട്ടും 2023 മെയ് മാസത്തിൽ പുറത്തു വന്നിരുന്നു. പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചാൽ വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കാനാണ് സർക്കാർ തീരുമാനിച്ചതും. എന്നാൽ തിരുവനന്തപുരം ആസ്ഥാനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് നടത്തിയ സാമൂഹിക ആഘാത പഠന റിപ്പോർട്ടിന്റെ കരട് പുറത്തു വന്നതോടെ ഭൂമി വിട്ടുകൊടുക്കേണ്ടി വരുന്ന തദ്ദേശീയർ ആശങ്കയിലുമാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് എരുമേലി, മണിമല പഞ്ചായത്തുകളിൽ സ്ഥലമേറ്റെടുക്കൽ ബാധിക്കുന്ന വ്യക്തികളെ കേൾക്കുന്നതിനായി നടന്ന പൊതു തെളിവെടുപ്പിൽ അത്തരം ആശങ്കകൾ വ്യാപകമായി ഉന്നയിക്കപ്പെട്ടു. ഹാരിസൺസ് മലയാളം പ്ലാന്റേഷൻ നിയമവിരുദ്ധമായി കൈവശം വെച്ചിരുന്നതായി സർക്കാർ കണ്ടെത്തിയതും അവർ അനധികൃതമായി ബിലീവേഴ്സ് ചർച്ചിന് വിൽപ്പന നടത്തിയതുമായ ചെറുവള്ളി എസ്റ്റേറ്റാണ് വിമാനത്താവളത്തിനായി മുഖ്യമായും ഏറ്റെടുക്കേണ്ടത് എന്നതും പ്രതിസന്ധിയായി തുടരുകയാണ്. ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് കോട്ടയം ജില്ലാ കളക്ടർ നൽകിയ കേസിന്റെ വാദം പാലാ സബ് കോടതിയിൽ തുടരുമ്പോഴാണ് 2013 കേന്ദ്ര ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം പണം കെട്ടിവെച്ച് സർക്കാർ ഈ ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത്. ഈ നീക്കത്തിനെതിരെയും പ്രതിഷേധമുണ്ട്. സാമൂഹിക ആഘാത പഠന റിപ്പോർട്ട് പ്രകാരം ചെറുവള്ളി എസ്റ്റേറ്റിലെ 2,21,432 റബ്ബർ മരങ്ങളും 81,345 റബ്ബർ തൈകളും വെട്ടിമാറ്റേണ്ടി വരും. എസ്റ്റേറ്റിന് പുറത്ത് സ്വകാര്യ വ്യക്തികളുടെ 31,313 റബ്ബർ മരങ്ങളും വെട്ടേണ്ടി വരും. എസ്റ്റേറ്റിനുള്ളിൽ 64 ഹെക്ടർ സ്ഥലത്തെ പൈനാപ്പിൾ കൃഷിയെയും എസ്റ്റേറ്റിന് പുറത്ത് 11,620 മൂട് പൈനാപ്പിളിനെയും ബാധിക്കും. എസ്റ്റേറ്റിനുള്ളിൽ 1,200 തേക്കും 200 ആഞ്ഞിലിയും എസ്റ്റേറ്റിന് പുറത്ത് 2,552 തേക്കും 2,744 ആഞ്ഞിലിയും വെട്ടിമാറ്റേണ്ടി വരുമെന്ന് കരട് റിപ്പോർട്ട് പറയുന്നു. ജനങ്ങൾ ഉപജീവനത്തിനായി ആശ്രയിക്കുന്ന നാണ്യവിളകളും ഫലവൃക്ഷങ്ങളും വ്യാപകമായി വെട്ടിമാറ്റേണ്ടി വരുമെന്ന് വ്യക്തമാണ്. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവള പദ്ധതിക്ക് വേണ്ടിയുള്ള സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമൂഹിക ആഘാത പഠനത്തിന്റെ റിപ്പോർട്ട് വിലയിരുത്താൻ 7 അംഗ വിദഗ്ധ സമിതി രൂപീകരിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. MG സർവകലാശാല സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്സ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ MB ബിജിലാലാണ് സമിതി ചെയർമാൻ. ഇനിയും പല തലങ്ങളിലുള്ള അനുമതികൾ വേണ്ടതുണ്ടെങ്കിലും വിമാനത്താവളം ചെറുവള്ളിയിൽ തന്നെ നിർമ്മിക്കും എന്ന ഉറച്ച തീരുമാനത്തിലാണ് LDF സർക്കാർ. എന്നാൽ ജനങ്ങളുടെ ആശങ്കകൾക്കുള്ള മറുപടികളും ചെറുവള്ളി എസ്റ്റേറ്റ് പണം കെട്ടിവെച്ച് ഏറ്റെടുക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. ഇനി അറിയാനുള്ളത് ഇതുമാത്രമാണ്: വിമാനം ഇറങ്ങുമോ? ചെറുവള്ളി എസ്റ്റേറ്റും അതിനുള്ളിൽ കുടികൊള്ളുന്ന 5 കുഴി അമ്മയെയും മൂടി അതിനു മുകളിൽ വിമാനം ഇറക്കുമോ? ജനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകി സെറ്റിൽ ചെയ്യുമോ? ഇങ്ങനെ തുടങ്ങിയുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഒന്നുറപ്പാണ്, 5 കുഴി അമ്മയുടെ ക്ഷേത്രം അത് അവിടെ തന്നെ ഉണ്ടാകും. എന്ത് സംഭവിച്ചാലും ഇതുമാത്രമാണ് വിശ്വാസികൾക്ക് ഊന്നി പറയാനുള്ളത്.